നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. റോയൽ മെയിൽ നായകളുള്ള വീടുകളിൽ ഐ ഹാവ് എ ഡോഗ് നോട്ടീസ് നിർബന്ധമാക്കുന്നു. ഈസ്റ്റർ അവധിക്കാലത്ത് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ റോയൽ മെയിൽ പുതിയ നിർദ്ദേശവുമായി രംഗത്തെത്തി. വീട്ടിൽ നായകളുണ്ടെങ്കിൽ ഐ ഹാവ് എ ഡോഗ് എന്നെഴുതിയ നോട്ടീസ് വാതിലിലോ ജനലിലോ പ്രദർശിപ്പിക്കണം. ഇത് പാലിക്കാത്ത പക്ഷം ഡെലിവറി താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം 2197 തവണയാണ് പോസ്റ്റൽ ജീവനക്കാർക്ക് നായ്ക്കളുടെ ആക്രമണം നേരിടേണ്ടി വന്നത്. ഷെഫീൽഡ്, പോർട്സ്മൗത്ത്, TN പോസ്റ്റ്കോഡ് മേഖലകളിലാണ് ഇത്തരം ആക്രമണങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നായകളെ സുരക്ഷിതമായി മാറ്റി വാതിൽ തുറക്കാൻ അനുവദിക്കണമെന്നും ഇത് ഡെലിവറി ജീവനക്കാർക്ക് സുരക്ഷ നൽകുമെന്നും റോയൽ മെയിൽ അറിയിച്ചു. UK-യിൽ സോണോഗ്രാഫർമാരുടെ കടുത്ത ക്ഷാമം, ആരോഗ്യമേഖലയിൽ പ്രതിസന്ധി. UK-യിലെ ആരോഗ്യമേഖലയിൽ സോണോഗ്രാഫർമാരുടെ എണ്ണത്തിലുണ്ടായ കുറവ് ഗർഭിണികൾക്കും ക്യാൻസർ രോഗികൾക്കും ചികിത്സ വൈകാൻ കാരണമാകുന്നു. ഇംഗ്ലണ്ടിൽ 24.2% തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇത് രോഗനിർണയത്തെയും ചികിത്സയെയും പ്രതികൂലമായി ബാധിക്കുന്നു. അൾട്രാസൗണ്ട് സ്കാനിംഗ് നിർണായക പങ്കുള്ളതിനാൽ ജീവനക്കാരുടെ കുറവ് മറ്റ് ആരോഗ്യ സേവനങ്ങളെയും ബാധിക്കുന്നുണ്ട്. വർദ്ധിച്ചുവരുന്ന ആവശ്യത്തിനനുസരിച്ച് ജീവനക്കാരെ നിയമിക്കാൻ സാധിക്കാത്തത് ഗുരുതരമായ പ്രശ്നമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ പ്രശ്നം പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആശങ്ക നിലനിൽക്കുന്നു. ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ക്യാബിനറ്റിൽ. രാഷ്ട്രീയ ചർച്ചകൾ സജീവം. ലണ്ടൻ മേയർ സാദിഖ് ഖാൻ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ ക്യാബിനറ്റിൽ ചേർന്നേക്കുമെന്ന വാർത്തകൾ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ നിഷേധിച്ചു. എന്നാൽ മേയർ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഹൗസ് ഓഫ് ലോർഡ്സിൽ അംഗമാക്കാനുള്ള സാധ്യതകൾ സജീവമായി നിലനിൽക്കുന്നു. മെയ് മാസത്തിലെ പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഈ മാറ്റം ഉണ്ടായേക്കാമെന്നാണ് റിപ്പോർട്ടുകളുണ്ട്. ഇത് ലേബർ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. സാദിഖ് ഖാൻ നിലവിലെ കാലാവധി പൂർത്തിയാക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിലും ഹൗസ് ഓഫ് ലോർഡ്സിൽ അംഗത്വം ലഭിക്കുന്നത് മേയർ പദവിക്ക് തടസ്സമാകില്ല. ഈസ്റ്റർ വാരാന്ത്യത്തിൽ ബ്രിട്ടീഷ് നിരത്തുകളിൽ വൻ ഗതാഗതക്കുരുക്ക് പ്രതീക്ഷിക്കുന്നു. ഈസ്റ്റർ വാരാന്ത്യത്തിൽ 4 വർഷത്തിനിടയിലെ ഏറ്റവും തിരക്കേറിയ യാത്രാ അനുഭവമായിരിക്കും ബ്രിട്ടനിലെ റോഡുകളിലെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം 2.1 കോടി യാത്രകൾ നടക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ധനവില വർധനവിനെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിദേശ യാത്രകൾക്ക് പകരം രാജ്യത്തിനകത്തുള്ള യാത്രകൾ തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഗുഡ് ഫ്രൈഡേ ആയിരിക്കും ഏറ്റവും തിരക്കേറിയ ദിവസം. യാത്രികർക്ക് നേരത്തെ യാത്ര ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെയിൽവേ യാത്രകൾ താരതമ്യേന കുറവായിരിക്കുമെങ്കിലും ഡോവർ തുറമുഖത്ത് തിരക്ക് വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർമാരുടെ സമരം 48 മണിക്കൂറിനുള്ളിൽ പിൻവലിച്ചില്ലെങ്കിൽ പുതിയ തൊഴിൽ പാക്കേജ് നഷ്ടപ്പെടുമെന്ന് സ്റ്റാർമർ. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ഈസ്റ്ററിന് ശേഷം നടത്താനിരിക്കുന്ന 6 ദിവസത്തെ ഡോക്ടർമാരുടെ സമരം 48 മണിക്കൂറിനുള്ളിൽ പിൻവലിക്കണമെന്ന് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ആവശ്യപ്പെട്ടു. സമരം പിൻവലിച്ചില്ലെങ്കിൽ 1000-ലധികം പരിശീലന സ്ഥലങ്ങൾ നഷ്ടപ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഡോക്ടർമാരുടെ യൂണിയൻ വാഗ്ദാനം നിരസിച്ചതിനെ അവിവേകപരമെന്ന് വിശേഷിപ്പിച്ച സ്റ്റാർമർ 3.5% ശമ്പള വർധനവ് ഉൾപ്പെടുന്ന പാക്കേജ് ഡോക്ടർമാരുടെ വോട്ടെടുപ്പിന് വയ്ക്കാതെ നിരസിച്ചത് തെറ്റായ തീരുമാനമാണെന്ന് അഭിപ്രായപ്പെട്ടു. റെസിഡന്റ് ഡോക്ടർമാരുടെ ശമ്പളം 2008 മുതൽ പണപ്പെരുപ്പത്തിനനുസരിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് BMA വാദിക്കുന്നു. പരിശീലന സ്ഥലങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ചർച്ചകളുടെ പ്രധാന ഭാഗമായിരുന്നു. ലണ്ടനിൽ ഫോൺ മോഷണ കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് വിരളം. ലണ്ടനിൽ ഫോൺ മോഷണം സംബന്ധിച്ച കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് വളരെ കുറവാണെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024-25 കാലയളവിൽ 17 പോലീസ് സേനകളിൽ ഫോൺ മോഷണ കേസുകളിൽ 0.82% മാത്രമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മോർഗൻ മക്സ്വീനിയുടെ ഫോൺ മോഷണത്തെ തുടർന്ന് ഫോൺ മോഷണം ഫലത്തിൽ ശിക്ഷയില്ലാത്ത കുറ്റമായി മാറിയെന്ന് ലിബറൽ ഡെമോക്രാറ്റ് പ്രതിനിധി മാക്സ് വിൽക്കിൻസൺ പറഞ്ഞു. ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസിന് ഏറ്റവും ഉയർന്ന ശതമാനം കേസുകളിൽ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ചത് 0.3% മാത്രമാണ്. ഇത്തരം മോഷണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെ കണ്ടെത്താൻ പ്രത്യേക നാഷണൽ ക്രൈം ഏജൻസി യൂണിറ്റ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നാളെ മുതൽ ബ്രിട്ടനിൽ നിരക്ക് വർധനവ്. കൗൺസിൽ ടാക്സ് മുതൽ ബ്രോഡ്ബാൻഡ് വരെ ചിലവേറും. ഏപ്രിൽ 1 മുതൽ ബ്രിട്ടനിൽ വിവിധ സേവനങ്ങളുടെ നിരക്ക് വർദ്ധിക്കും. കൗൺസിൽ ടാക്സ്, വാട്ടർ ബില്ല്, ബ്രോഡ്ബാൻഡ്, സ്റ്റാമ്പ് വില എന്നിവ ഉയരും. കൗൺസിൽ ടാക്സിനും വാട്ടർ ബില്ലിലും മാത്രം പ്രതിവർഷം 200 പൗണ്ടിലധികം വർധനവുണ്ടാകും. ഇറാൻ പ്രതിസന്ധി മൂലമുണ്ടായ വിലക്കയറ്റവും ഇതിനു പുറമെയാണ്. മധ്യപൂർവ്വ ദേശത്തെ സംഘർഷം, മോർഗേജ് നിരക്ക്, ഇന്ധനവില, ഊർജ്ജ ബിൽ എന്നിവ വർദ്ധിപ്പിക്കും.
ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഭൂരിഭാഗം കുടുംബങ്ങൾക്കും കൗൺസിൽ ടാക്സിൽ 5% വർധനവുണ്ടാകും. സ്കോട്ട്ലൻഡിൽ 4 മുതൽ 10% വരെ വർധനവ് പ്രതീക്ഷിക്കാം. ബ്രോഡ്ബാൻഡ് ബില്ലിൽ ശരാശരി 39.60 പൗണ്ടിൻ്റെ വർധനവുണ്ടാകും. പാസ്പോർട്ട് നിരക്കുകളിലും വർധനവുണ്ട്. കാർ ഫിനാൻസ് തട്ടിപ്പിന് ഇരയായ ഡ്രൈവർമാർക്ക് 9.1 ബില്യൺ പൗണ്ട് നഷ്ടപരിഹാരം, ശരാശരി 829 പൗണ്ട് വീതം. 2007 മുതൽ 2024 വരെ കാറുകൾ ലോൺ എടുത്തു വാങ്ങിയ ലക്ഷക്കണക്കിന് ഡ്രൈവർമാർക്ക് നഷ്ടപരിഹാരം ലഭിക്കും. കാർ ഡീലർമാർ വായ്പാദാതാക്കളിൽ നിന്ന് കമ്മീഷൻ വാങ്ങി ഉപഭോക്താക്കളിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണിത്. ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി ഏകദേശം 12 ദശലക്ഷം ഡീലുകൾ നിയമവിരുദ്ധമായി കണ്ടെത്തിയിട്ടുണ്ട്. ശരാശരി 829 പൗണ്ട് വീതം നഷ്ടപരിഹാരം നൽകാനാണ് നിർദ്ദേശം. അർഹത നേടാൻ കർശനമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോൺ എടുക്കുന്നതിന് മുൻപ് വായ്പാദാതാവും ബ്രോക്കറും തമ്മിലുള്ള ഇടപാടുകളെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് കൃത്യമായ വിവരം നൽകിയിരിക്കണം. പരാതി നൽകാനുള്ള സമയം 2027 ഓഗസ്റ്റ് വരെ നീട്ടിയിട്ടുണ്ട്. ഗ്ലാസ്റ്റൺബെറിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം. വാഹനത്തിൽ താമസിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. UK-യിലെ ഏറ്റവും കൂടുതൽ ആളുകൾ റോഡരികിൽ വാഹനങ്ങളിൽ താമസിക്കുന്ന സ്ഥലമായ ഗ്ലാസ്റ്റൺബെറിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഫെബ്രുവരി 25 മുതൽ 131 വാനുകളും വീടുകളും ഇത്തരം താമസത്തിനായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് UK-യിലെ ഏറ്റവും ഉയർന്ന കണക്കാണ്. ഈ പ്രശ്നം നേരിടാൻ അധികൃതർ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് കൗൺസിലർ സുസാന ഹാർട്ട് കുറ്റപ്പെടുത്തി. വാഹനത്തിൽ താമസിക്കുന്നവരെ മാറ്റി നിർത്തുന്നത് ശരിയായ രീതിയല്ലെന്നും അവർക്ക് താമസിക്കാൻ സൗകര്യപ്രദമായ ഇടം കണ്ടെത്തേണ്ടതുണ്ടെന്നും കൗൺസിലർ ഹാസൽ പ്രയർസംഗി പറഞ്ഞു. ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിന് മാത്രം കൗൺസിലിന് ലക്ഷക്കണക്കിന് പൗണ്ട് ചെലവാക്കുന്നുണ്ട്. പുതിയ യാത്രാ കേന്ദ്രം സ്ഥാപിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ട്. UK-യിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത വായനാ പരീക്ഷ, അധ്യാപക സംഘടനകളുടെ എതിർപ്പ്. ഇംഗ്ലണ്ടിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത വായനാ പരീക്ഷ ഏർപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തെ നാഷണൽ എഡ്യൂക്കേഷൻ യൂണിയൻ എതിർത്തു. ഇത് വിദ്യാർത്ഥികളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും യൂണിയൻ വാദിക്കുന്നു. നിലവിൽ മറ്റ് പല പരീക്ഷകളും ഉള്ളതിനാൽ വിദ്യാർത്ഥികൾക്ക് ഇത് അധിക ഭാരമാകുമെന്നും കഥകളോട് ഇഷ്ടം വളർത്തുന്നതിന് പകരം പരീക്ഷകളോട് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് കാരണമാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സഹായം നൽകാനാണ് സർക്കാർ ഈ പരീക്ഷ നടത്തുന്നതെങ്കിലും ഇത് നടപ്പിലാക്കുന്ന രീതി തെറ്റാണെന്ന് യൂണിയൻ പറയുന്നു. ഇതിനെതിരെ മറ്റ് പരീക്ഷകൾ ബഹിഷ്കരിക്കാനും സ്കൂൾ ലൈബ്രറികൾക്ക് കൂടുതൽ ഫണ്ട് നൽകാനും നടപടിയെടുക്കുമെന്ന് യൂണിയൻ അറിയിച്ചിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂമലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂമലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.